അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാകുന്ന ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ, മുത്തുനബിയും ഖദീജ ബീബിയും എന്നുള്ള ഒരു വിഷയത്തെയാണ് നാം ഇൻഷാ അല്ലാഹ് ഇവിടെ ചർച്ചാചർവണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു മനസ്സിലാക്കി പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു ഖദീജയാകാനും ഒരു മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായി ജീവിക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഖദീജ ബീവിയെ കുറിച്ച് പറയുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ അവിടെയും നമ്മളുടെ പ്രിയപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ ദാമ്പത്യ ജീവിതത്തിൽ 4 സന്താനങ്ങളെ കൊടുത്തെങ്കിൽ പോലും എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, ഒരു വേള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മദ്ഹ് ഇങ്ങനെ പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണല്ലോ യഥാർത്ഥ സ്നേഹം. അവര് മരിച്ചു കഴിഞ്ഞാലും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പോവില്ലല്ലോ. അതായിരുന്നല്ലോ ഖദീജ റളിയല്ലാഹു തആല അൻഹയും മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും. അവിടുത്തെ ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ പഠിക്കുമ്പോഴും, ഇന്നലെ യാത്ര ചെയ്ത് ട്രെയിനിൽ ഇങ്ങനെ വരുമ്പോഴും അവിടുത്തെ ചരിത്രം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് മനസ്സിനെ ഒരുപാട് വിഷമത്തിലാഴ്ത്തി ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ചെറുപ്രായത്തിലാണ് മഹദിയാകുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വിവാഹം കഴിയുന്നത്. ആയിഷ ബീബിയിലൂടെ നമുക്ക് തുടങ്ങാം. ചെറിയ പ്രായത്തിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷയെ വിവാഹം കഴിച്ചു. നല്ല അറിവുള്ള, നല്ല ബുദ്ധിമതിയായ ഒരു പെണ്ണാണ് മഹദിയാകുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ. ജീവിതത്തിൽ ഒരാളോട് പോലും അസൂയ തോന്നാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് മഹദിയാകുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. ഒരു വേള മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു പെണ്ണ് കടന്നു വരുന്നത്. ആരാണ് കടന്നു വരുന്നതെന്നറിയുവോ? ആ സ്വഹാബി വനിത ആരെന്നറിയുവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു മഹാനായ ഹാല റളിയല്ലാഹു തആല അൻഹ. ഹാല ബീബി റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഹാലയെ ഇങ്ങനെ നോക്കുകയാണ്. ഹാല ഇങ്ങനെ വരുമ്പോ റസൂലുള്ളാഹിക്ക് വല്ലാത്ത റസൂലുള്ളാഹിന്റെ മുഖത്തിൽ പുഞ്ചിരി ഇങ്ങനെ വിടരുകയാണ്. റസൂലുള്ളാഹിന്റെ മുഖത്ത് ഇങ്ങനെ പുഞ്ചിരി കാണുകയാ. ഹാല ബീബി അവിടുന്ന് പോകുമ്പോ ഹാല അവിടുന്ന് റസൂലുള്ളാഹിയുടെ അടുക്കൽ നിന്നും ആയിഷ ബീബിയുടെ അടുക്കൽ നിന്നും അവിടുന്ന് പോയപ്പോ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹാല ചോദിക്കുന്നു, യാ റസൂൽ, അവിടുന്ന് ആയിഷ ബീബി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരേ, മുസ്തഫായ നബിയേ, അങ്ങയുടെ ചാരത്തേക്ക് ഹാല കടന്നു വന്നപ്പോ അങ്ങന്റെ ഇത്രത്തോളം സന്തോഷമാകാൻ കാരണം യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു നിൽക്കാനുള്ള കാരണം എന്താണ്? യാ ഹബീബല്ലാഹ്, ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുന്നു, ആയിഷ, ഹാല ഇങ്ങോട്ട് കടന്നു വന്നപ്പോ ആര് കടന്നു വന്നതുപോലെ തോന്നിയെന്നറിയുവോ? അവിടുന്ന് ആയിഷയോട് പറയുന്നു, ആയിഷ, ഹാല കടന്നു വന്നപ്പോ, ഹാല ഇങ്ങോട്ട് കടന്നു വന്നപ്പോ ആര് കടന്നു വന്നതുപോലെയാണ് തോന്നിയതെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന മഹദി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ കടന്നു വന്നതുപോലെ തോന്നി. അവിടത്തെ ചിരി കാണുമ്പോ എന്റെ
എന്റെ ഖദീജയുടെ ചിരി പോലെയുണ്ട്. അവിടുത്തെ നടത്തോ, അവിടുത്തെ രൂപവും, അവിടുത്തെ പ്രകൃതവും എന്റെ ഖദീജയെ പോലെയുണ്ട് ആയിഷ എന്ന് പറയപ്പോ സുബ്ഹാനല്ലാഹ്, അവിടുന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, വത്ര നബിയേ യാ റസൂലല്ലാഹ്, ഇപ്പോഴും നബിയേ അങ്ങ് ആ പടും കിളവയാകുന്ന ഖദീജയെ മനസ്സിൽ വെച്ച് നടക്കുകയാണോ യാ റസൂലല്ലാഹ്? ഖദീജയേക്കാൾ ഒരു സുന്ദരി അങ്ങക്ക് അല്ലാഹു നൽകിയിട്ടുണ്ടല്ലോ. ഖദീജയേക്കാൾ യാ റസൂലല്ലാഹ് ഒരു സുന്ദരിയാകുന്ന ഏക കന്യകയാകുന്ന ഒരു പെണ്ണിനെ അങ്ങായിക്ക് അല്ലാഹു നൽകിയിട്ടുണ്ടല്ലോ നബിയേ. ആ സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബുണ്ടല്ലോ, ഏതൊരു വഴിക്ക് പോകുമ്പോഴും ഖദീജയുടെ മദ്ഹ് പറയാത്ത ദിവസങ്ങളില്ല.